ഡിയർ സ്റ്റുഡൻസ്, അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടി പിയും എം ബിയും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോഴത് നമ്മൾ ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഡയഗ്രം വരയ്ക്കുകയാണ്. താഴെയായിട്ട് മറ്റൊരു ഡയഗ്രം വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ടി പി വരയ്ക്കുകയാണ്. ഫസ്റ്റ് ടി പി ഇൻക്രീസിങ് അറ്റ് ഇൻക്രീസിങ് റേറ്റ്, സെക്കൻഡ് ടി പി ഇൻക്രീസിങ് അറ്റ് ഡിക്രീസിങ് റേറ്റ് മാക്സിമം, തേർഡ് ടി പി ഡിക്രീസസ്. ഇതാണ് ടി പി. ഇനി ഇതിൽ നിന്ന് താഴേക്ക് ടി പി മാക്സിമത്തിൽ നിന്ന് താഴേക്കൊരു രേഖ വരയ്ക്കുകയാണ്. അതുപോലെ തന്നെ ടി പി ഇൻക്രീസിങ് അറ്റ് ഇൻക്രീസിങ് റേറ്റ് ഇവിടെയാണ് അവസാനിക്കുന്നത്. ഇവിടെ നിന്നും താഴേക്ക് രേഖ വരയ്ക്കുകയാണ്. ഇനി വരയ്ക്കാൻ പോകുന്നത് എം ബി ആണ്. എം ബി ആദ്യത്തെ ടി പി ഇൻക്രീസിങ് അറ്റ് ഇൻക്രീസിങ് റേറ്റിൽ എം ബി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് ടി പി ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് റേറ്റ്. ടി പി കുറഞ്ഞ നിരക്കിൽ വർദ്ധിക്കുന്നു, ടി പി മാക്സിമം ആവുന്നു. അപ്പോൾ എം ബി കുറയുകയാണ് ചെയ്യുന്നത്, കുറഞ്ഞ് സീറോ ആവുന്നു. അതാണ് സീറോ ആവുന്നു. അടുത്ത ടി പി കുറയുന്നു, എം ബി നെഗറ്റീവ് ആവുന്നു. ഇവിടെ നമ്മൾ ഇത് വൈ ആക്സിസ് ആണ്, ഇത് എക്സ് ആണ്, 0 വൈ എക്സ് ടി പി വേരിയബിൾ ഫാക്ടറാണ്, x1 വേരിയബിൾ ഫാക്ടറാണ്. ഇവിടെ ഇത് എം ബി ഇവിടെ എം ബി ആണ്, ഇത് വേരിയബിൾ ഫാക്ടറാണ് x1. വേരിയബിൾ ഫാക്ടർ ഇതും വേരിയബിൾ ഫാക്ടറാണ്. അപ്പോൾ ഇതിൻ്റെ റിലേഷനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഡയഗ്രമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ടി പി ഇൻക്രീസിങ് അറ്റ് ഇൻക്രീസിങ് റേറ്റ്, ടി പി ഇൻക്രീസിങ് അറ്റ് ഡിക്രീസിങ് റേറ്റ്, ടി പി ഡിക്രീസസ്. അപ്പം ടി പി ഇൻക്രീസിങ് അറ്റ് ഇൻക്രീസിങ് റേറ്റ് വരെ എം ബി വർദ്ധിക്കുന്നു, മാക്സിമം എം ബി വർദ്ധിച്ചാൽ മാക്സിമം ആകുന്നു. ടി പി ഇൻക്രീസിങ് അറ്റ് ഡിക്രീസിങ് റേറ്റ് എം ബി ഡിക്രീസസ്, ടി പി മാക്സിമം എം ബി 0, ടി പി കുറയുന്നു, എം ബി നെഗറ്റീവ്. ഇത് തന്നെയാണ് ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഒന്നുകൂടി പരിശോധിച്ച് നോക്കുക. അപ്പോൾ എം ബി ഉള്ള ചേഞ്ചസ് ആണ് ടി പിയെ ഓരോ സ്റ്റേജസ് ആയിട്ട് തരംതിരിക്കുന്നത്. ടി പി ഇൻക്രീസിങ് അറ്റ് ഇൻക്രീസിങ് റേറ്റ് എം ബി ഇൻക്രീസസ്, അതായത് എം ബി വർദ്ധിക്കുന്നതുകൊണ്ടാണ് ടി പി വർദ്ധിച്ച നിരക്കിൽ വർദ്ധിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ റിലേഷൻ അത് തന്നെയാണ്. ടി പി ഇൻക്രീസിങ് അറ്റ് ഇൻക്രീസിങ് റേറ്റ് എം ബി ഇൻക്രീസസ്, ടി പി കുറഞ്ഞ നിരക്കിൽ വർദ്ധിക്കുമ്പോൾ എം ബി കുറയുന്നു, ടി പി മാക്സിമം എം ബി 0, ടി പി കുറയുന്നു, എം ബി നെഗറ്റീവ്. ഇതാണ് ടി പി എം ബിയും തമ്മിലുള്ള റിലേഷൻ. ഒന്നുകൂടി പരിശോധിച്ച് നോക്കാം. ടി പി ഇൻക്രീസിങ് അറ്റ് ഇൻക്രീസിങ് റേറ്റ്, ടി പി വർദ്ധിച്ച നിരക്കിൽ വർദ്ധിക്കുമ്പോൾ എം ബി വർദ്ധിക്കുന്നു, ടി പി കുറഞ്ഞ നിരക്കിൽ വർദ്ധിക്കുമ്പോൾ ടി പി ഇൻക്രീസിങ് അറ്റ് ഡിക്രീസിങ് റേറ്റ് എം ബി ഡിക്രീസസ്, എം ബി കുറയുന്നു, ടി പി മാക്സിമം എം ബി 0, ഈ പോയിൻ്റ് 0 ആണ്, ടി പി ഡിക്രീസസ്, എം ബി നെഗറ്റീവ്. ഇതാണ് ടി പി എം ബിയും തമ്മിലുള്ള റിലേഷൻ. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് എ പിയും എം ബിയും തമ്മിലുള്ള റിലേഷനാണ്. അതും നമുക്ക് ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടി പഠിക്കാം. എ പിയും എം ബിയും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ടി പിയും എം ബിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ മനസ്സിലായി കഴിഞ്ഞു. ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ അതിൻ്റെ ഡയഗ്രത്തിൽ പരിശോധിച്ച് നോക്കുമ്പോഴും ടി പിയും എം ബിയും എടുത്താൽ ഇതേപോലെ തന്നെയാണ് കാണുക. ടി പി വർദ്ധിച്ച നിരക്കിൽ വർദ്ധിക്കുന്നു, എം ബി വർദ്ധിക്കുന്നു, ടി പി കുറഞ്ഞ നിരക്കിൽ വർദ്ധിക്കുന്നു, എം ബി കുറയുന്നു, ടി പി കുറയുന്നു, എം ബി നെഗറ്റീവ് ആവുന്നു.
അപ്പോൾ ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 2 ഡയഗ്രത്തിലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നായിട്ടുള്ള ഡയഗ്രത്തിൽ നിന്ന് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. AP MB തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ മാറ്റി വരയ്ക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ MB APയേക്കാൾ കൂടുതലായിരിക്കും. സെക്കൻഡ് സ്റ്റേജിൽ AP MBയേക്കാൾ കൂടുതലായിരിക്കും. അത് നമ്മൾ വരച്ച് നോക്കാം. എക്സും വൈയും വരയ്ക്കാം. ഇത് y ആണ്, ഇത് x ആണ്, 0. ഇത് APയും MBയും APയും MBയും ആണ്. ഇത് വേരിയബിൾ ഇൻപുട്ടാണ്. വേരിയബിൾ ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കുന്നത്, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് MB ആദ്യം മുകളിലായിട്ട് താഴേക്ക് വരുന്നു, AP താഴെ നിന്ന് മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ MB വരയ്ക്കുകയാണ് ആദ്യം. MB വരച്ചു. അടുത്തത് AP വരയ്ക്കുകയാണ്. MB AP. അപ്പോൾ ഇത് MB ആണ്. അടുത്തത് ഇത് AP ആണ്. ഇത് രണ്ടും ഈക്വൽ ആവുന്ന പോയിൻ്റാണ്. ഇവിടെ എന്താണ് APയും AP ഈക്വൽ ടു MB. ഇവിടെ തുടക്കത്തിൽ മുകളിലുള്ളത് MB ആണ്, അതായിരിക്കും വലുത്. അപ്പോൾ MB ഗ്രേറ്റർ ദാൻ വലുത് AP. ഇത് ഗ്രേറ്റർ ദാൻ ആണ്. MB APയേക്കാൾ വലുതാണ്. അടുത്തത് MB ലെസ് ദാൻ AP. MB ലെസ് ദാൻ AP അല്ലെങ്കിൽ AP ഗ്രേറ്റർ ദാൻ MB. ഇത് MB ഗ്രേറ്റർ ദാൻ AP അല്ലെങ്കിൽ AP ലെസ് ദാൻ MB എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ഇവ തമ്മിലുള്ള റിലേഷൻ നമുക്ക് മനസ്സിലാക്കാം. AP ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് AP ഇൻക്രീസ് ചെയ്യുമ്പോൾ MB APയേക്കാൾ വലുതായിരിക്കും. AP ഇവിടെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ, മുകളിലേക്ക് ഇൻക്രീസ് ചെയ്യാൻ നേരം MB APയേക്കാൾ വലുതാണ്. അതായത് MB ആണ് മുകളിലുള്ളത്, MB വലുതാണ്, APയേക്കാൾ വലുതാണ് MB. അടുത്തത് AP മാക്സിമം എത്തുമ്പോൾ, ഇതാണ് APയുടെ മാക്സിമം എത്തുമ്പോൾ MB APയും ഈക്വൽ ആയിരിക്കും. അടുത്തത് AP കുറയുമ്പോൾ, ഇത് ഇവിടെ നിന്ന് മാക്സിമം എത്തി ഇത് കുറയുകയാണ് ചെയ്യുന്നത്. AP കുറയുമ്പോൾ AP MBയേക്കാൾ വലുതായിരിക്കും. AP ആണ് മുകളിലുള്ളതാണ് എപ്പോഴും വലുതായിട്ടുള്ളത്. AP ഗ്രേറ്റർ ദാൻ MB അല്ലെങ്കിൽ MB ലെസ് ദാൻ AP. MB APയേക്കാൾ കുറവാണ് അല്ലെങ്കിൽ AP MBയേക്കാൾ കൂടുതലാണ്. MB APയേക്കാൾ കുറവാണ്. ഇവിടെ MB APയേക്കാൾ കൂടുതലാണ്, ഇവിടെ MB APയേക്കാൾ കുറവാണ്. MB ഗ്രേറ്റർ ദാൻ AP ആണ്, ഇവിടെ MB ലെസ് ദാൻ AP ആണ്. ഇതാണ് APയും MBയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇത് വിശദീകരിച്ചിരിക്കുന്നത്. ഇത് കൃത്യമായിട്ടും മനസ്സിലാക്കുക. TPയും MBയും തമ്മിലുള്ള റിലേഷൻഷിപ്പും അതുപോലെ തന്നെ APയും MBയും തമ്മിലുള്ള റിലേഷൻഷിപ്പും കൃത്യമായിട്ടും പഠിച്ചു വയ്ക്കുക.